ഇവിടെ ഇവള് ഗ്രാമത്തിലെ ഒരുത്തനെ കല്യാണം കഴിക്കുകയാണ്. ആദ്യം ആ കല്യാണ ജീവിതം സന്തോഷമായിരുന്നെങ്കിലും പിന്നീട് പോകെ ദുരിതമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവളുടെ ഹസ്ബൻഡ് ദിവസവും മദ്യപിക്കുന്നുണ്ടാകും. അതുമാത്രമല്ല ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും ഇവള് തല്ലിയാണ്. അത് മാത്രമല്ല അത് ഇവളുടെ മകനാണെങ്കിൽ 10 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇവനെ റെഗുലറായിട്ട് കാണിക്കുന്ന ഡോക്ടർ ആണെങ്കിൽ ഇവൻ ചെറിയ ചെറിയ വാക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറയാണ്. അതുമൂലം ഇവന് സംസാരശേഷി വരുന്ന ഉറപ്പ് കൊടുക്കും. സോ ഹീറോയിനും അമ്മന്ന് സ്ലേറ്റ് എഴുതി കൊടുക്കണം. അതവൻ പറഞ്ഞിട്ട് ശ്രമിക്കുന്ന സമയമായിരിക്കും ഹസ്ബൻഡ് മദ്യപിച്ച് വീട്ടിലേക്ക് വരിക. വന്നപാടെ ആ സ്ലേറ്റ് വാങ്ങിയിട്ട് അമ്മയ്ക്ക് പകരം അച്ഛൻ എഴുതി കൊടുക്കും. ഇത് കാണുന്ന ഇവനെ ചിരിച്ചുകൊണ്ട് തന്നെ അച്ഛനോട് കളിക്കാൻ തുടങ്ങാണ്. പക്ഷെ അതിനിടയിലാണെങ്കിൽ അറിയാതെ ഇവന്റെ കാലം അവന്മേൽ തട്ടുകയാണ്. ഇതിൽ ദേഷ്യപ്പെടുന്ന ഈ സൈക്കോണെങ്കിൽ ചെറിയ കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഞാൻ തല്ലാൻ തുടങ്ങാണ്. ഇത് തടുക്കാനായിട്ട് വന്ന ഹീറോയിനും തല്ലും. ഇങ്ങനെ ദിവസവും ഓരോ ചെറിയ കാരണങ്ങൾക്ക് പോലും ഈ സൈക്കോ ഇവർ തല്ലിയാണ്. അതേസമയത്ത് ഇതെല്ലാം കാണുന്ന ഇവളുടെ മകനാണെങ്കിൽ അച്ഛന്റെ മേലെ വെറുപ്പാവുകയാണ്. അടുത്ത ദിവസം അവനാണെങ്കിൽ ഇവളുടെ കയ്യിലുണ്ടെന്ന ചെറിയ പൈസനെ പോലും പിടിഞ്ഞു വാങ്ങിയിട്ട് പോകും. അത് വെച്ച് ഇവൻ നൈറ്റ് കുടിച്ചിട്ട് വന്നിട്ട് ഹീറോനോടാണെങ്കിൽ നീ പോണ ജോലിക്കാണോ അല്ലെങ്കിൽ വേറെ ആരോടും കിടക്കാനാണോ എന്ന് പറഞ്ഞ് തെറ്റാൻ സംസാരിക്കുകയാണ്. ഹീറോനാണെങ്കിൽ തിരിച്ച് പറയാനും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ആ സമയത്തായിരിക്കും ഷാപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അവർ ഇവരും തന്നെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വന്നവരാണെങ്കിൽ ഇവൻ തല്ലാൻ തുടങ്ങാണ്. ഹീറോയും പിടിച്ചു മരം നോക്കിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അതേസമയത്ത് ഇതെല്ലാം കാണുന്ന ഇവളുടെ മകനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് അവരാണെങ്കിൽ ഇവളിൽ നഷ്ടപരിഹാരമായിട്ട് പൈസയും വാങ്ങും. പക്ഷെ അവർ പോകുന്ന സമയത്ത് അതുവരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ഇവനാണെങ്കിൽ ആദ്യ വാക്കായിട്ട് അച്ഛനെ കൊല്ലാനായിട്ട് പറയാണ്. അത് കേൾക്കുന്ന ഇവനാണെങ്കിൽ സങ്കടത്തിൽ തലതലിക്ക് അറിയാൻ തുടങ്ങും. ആ സമയത്ത് ഹീറോനാണെങ്കിൽ ഇവൻ ചെയ്ത തെറ്റുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവസാനം ഇവനാണെങ്കിൽ സ്വയം മനസ്സിലാക്കി ഒരു നല്ല ഹസ്ബൻഡായിട്ട് ഒരു നല്ല അച്ഛനായിട്ട് മാറാൻ തീരുമാനിക്കും. അന്ന് മുതൽ ഇവനാണെങ്കിൽ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. ഇതേപോലെ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.